എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇത് പിന്നെ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചു ഇനിയൊരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. പിന്നെ ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ വീഡിയോ ഇട്ടിട്ട് ഒരു ദിവസം ആയി 250 പേര് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ഒന്നും റീച്ച് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ 250 പേര് എന്താ പറയുക വ്യൂസ് വരാമെന്ന് പറഞ്ഞാൽ അത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കലേഷ് കുമാർ എന്ന വ്യക്തി തന്നെയാണ്. കാരണം ആൾ മുഖാന്തരമാണല്ലോ നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുകയായിരുന്നു. ഇൻഫർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് അത് കുറച്ച് നേരത്തെ ആയി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വീഡിയോ അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് എന്തുണ്ടായത്? ഇന്നലെയോ മിഞ്ഞാന്ന് ചെയ്ത വീഡിയോയ്ക്ക് ഇന്നലെ ഉച്ച സമയത്ത് ആണ് വീഡിയോ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് വീണ്ടും ഒരു കൗണ്ടർ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുന്നത്, ഞാൻ ഒരു തത്വത്തിനും എതിരായിട്ടുള്ളൊരു വ്യക്തിയല്ല. ഓക്കെ, ഒരു തത്വത്തിനും നമ്മൾ എതിരല്ല. പക്ഷേ ചില തത്വങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് ആ തത്വങ്ങൾ മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ചിലർ വരുമ്പോൾ നമുക്കതിന് കൗണ്ടറായിട്ടുള്ള മറുപടികൾ കൊടുക്കേണ്ടി വരും എന്ന് മാത്രം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ല. പക്ഷേ അവർ പറയുന്ന ആശയങ്ങളോടും അവരുടെ തത്വങ്ങളോടുമാണ് എനിക്ക് വിരോധമുള്ളത്. അതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ തത്വങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വിമർശിക്കാനും അല്ലെങ്കിൽ അതിനെ അവർക്ക് അറിവില്ലാത്ത അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കൂടി അവർക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ആവണം എന്ന്. ഇതെല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നതല്ല കേട്ടോ, ചിലരെ. അപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിലൊരു പരാമർശ ഉണ്ടായിരുന്നു, പാരമ്പര്യത്തെ താഴ്ത്തിക്കണ്ട്. അങ്ങനെയൊന്നുമില്ല. പാരമ്പര്യം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ കല തന്നെയാണ്. അതിൽ യാതൊരുവിധ തെറ്റിദ്ധാരണയോ ഒന്നുമില്ല. പക്ഷേ ജ്യോതിഷം എന്ന പാരമ്പര്യ ജ്യോതിഷം അല്ലെങ്കിൽ പാരമ്പര്യത്തിനെ പൊക്കി കാണിക്കുക, അതിനെ ശ്രേഷ്ഠമായി കാണിക്കുക, അത് മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്ന ചിലർ അവരുടെ തത്വശാസ്ത്രങ്ങളോടും അവരുടെ ആശയങ്ങളോടും മാത്രമാണ് നമുക്ക് വിരോധമുള്ളത്. അല്ലാതെ പാരമ്പര്യ ജ്യോതിഷത്തോടോ അല്ലെങ്കിൽ ജ്യോതിഷത്തിലെ പല രീതിയിലുള്ള തത്വശാസ്ത്രങ്ങളുണ്ട്, അതിനോടൊന്നും നമ്മൾ യാതൊരുവിധ എതിർപ്പും ഇതുവരെ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കലേഷ് കുമാർ പറയുണ്ടായിരുന്നു, എനിക്ക് പൂജ കൃത്യമായിട്ട് അറിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജ കൃത്യമായിട്ട് അറിയാതെ എനിക്ക് 2.5 വർഷക്കാലം അവിടെ പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പൂജ അറിയണ്ടേ? ഭഗവാനെ പൂജിക്കാൻ അറിയാണ്ട് നമ്മൾ എങ്ങനെയാണ് 2.5 വർഷം അവിടെ പൂജ ചെയ്യാൻ പറ്റുക? അത് എന്ത് തന്ത്രം എടുത്താലും താന്ത്രികത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഏത് രീതിയിലുള്ള തന്ത്രം എടുത്താലും ഇത് പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. പൂജ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ പൂജ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ അറിയുമോ എന്നതിൻ്റെ മാനദണ്ഡം, മെഷർമെൻറ്റ് എന്താണ്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാനില്ല അല്ലേ. അപ്പോൾ പൂജ അറിയാം, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ താന്ത്രികപരമായിട്ടുള്ള രീതിയിലുള്ള പൂജ എനിക്കറിയില്ല. സത്യമാണ്, ഞാൻ പഠിച്ചിട്ടുള്ളത് ആ
അവിടെയുള്ള സിസ്റ്റം അനുസരിച്ചുള്ള പൂജയാണ്. അത് എനിക്കറിയാം എന്നത് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത് ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് ഗ്രഹനില എടുക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. തീർച്ചയായും എനിക്ക് കൈകൊണ്ട് ഗ്രഹനില എടുക്കാൻ അറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാരമ്പര്യ ജ്യോതിഷമല്ല പഠിച്ചത്. ജ്യോതിഷത്തിൽ ഒരു തിയറി അപ്ലൈ ചെയ്ത് ആ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തത്വം അല്ലെങ്കിൽ പുതിയൊരു തത്വമാണിത്. ഈ തത്വത്തെ എടുത്തുകൊണ്ട് വരുന്നത് എന്നെ പോലുള്ള അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, ഞങ്ങളെപ്പോലെയുള്ളവരാണ് ഇനി ഇത് എടുത്തുകൊണ്ട് വരേണ്ടത്. ഓക്കെ. ഇത് ഭാവിയിലേക്കുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പണ്ട് കാലങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള പല പല സിസ്റ്റങ്ങളാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്ട്രോളജിയും അങ്ങനെ തന്നെ വന്നതാണ് അല്ലേ. പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളൊരു കല തന്നെയാണ് ആസ്ട്രോളജി. അതിൽ യാതൊരു വ്യത്യാസമില്ല. അത് പണ്ട് കാലത്ത് ഇതുപോലെ പലരുടെയും ചിന്തകളിലും പലരുടെയും കണ്ടെത്തലുകളിലും പലരുടെയും തത്വശാസ്ത്രങ്ങളിലൂടെയും ഉരുതിരിഞ്ഞു വന്നിട്ടുള്ള ഒന്നാണ് അല്ലേ, കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതുപോലെ ഇനിയും പല പല വ്യത്യസ്തമായ തത്വശാസ്ത്രങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. നമ്മളതിനെ എതിർക്കുക എന്നല്ല, അതിലെ തത്വത്തെ സ്വീകരിക്കുക എന്നതാണ്. അതിൽ എന്താ പറയുക, നമ്മുടെ ലോജിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു തത്വത്തെ എന്താ പറയുക, ആ തത്വത്തെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ നമുക്കതിനെ തള്ളിക്കളയാം. അത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ വിമർശിക്കാൻ ആരുമല്ല. ഒരിക്കലും നമുക്കൊരു തത്വത്തെ വിമർശിക്കാൻ സാധിക്കുമോ? ഒന്നുകിൽ അതിനെ വിമർശിക്കുക, ആ തത്വത്തെ നമ്മൾ പഠിക്കണം അല്ലേ. ആ തത്വം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ നമുക്കത് വിമർശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൈക്കൊണ്ട് ഗ്രഹനില എടുക്കുക എന്നത് എനിക്ക് പോസിബിൾ അല്ല. പക്ഷേ ആപ്പ് വഴി, ജ്യോതിഷത്തിൻ്റെ ആപ്പ് വഴി നമുക്ക് ഗ്രഹനില എടുക്കാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ ദ്വിമാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അതിൽ കറക്റ്റ് ഉണ്ട്. ഇന്നതാണ് എന്ന് കറക്റ്റ് ഉണ്ട്. ഓക്കെ. അതുപോലെ നൗ അടിച്ചു കൊടുത്താൽ ഗോചാരം കിട്ടും. അതിനുള്ള സോഫ്റ്റ്വെയറിൽ അതിനുള്ള ഫീച്ചർ ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അത് എളുപ്പമല്ലേ. അത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നമ്മുടെ സമയവും നമ്മുടെ എഫർട്ടും എനർജിയും കുറച്ച് തരുന്നൊരു കാര്യമല്ലേ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ട് കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ്, കറക്റ്റ് ആണെങ്കിൽ നമുക്കത് എടുത്തുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലേ. അല്ലാതെ അതിനെ എന്താ പറയുക, അതിനെ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുക, അതിനെ വിമർശിക്കുക എന്നതിൽ അർത്ഥമുണ്ടോ? നമുക്കത് ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്കത് എടുക്കാം, അത്രേ ഉള്ളൂ. അത് വർക്കാണ്, ഓക്കെ ആണ്, അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് എടുക്കാവുന്നതുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പഠിപ്പിച്ച ഗുരുവിന് ജ്യോതിഷം അറിയുമോ അല്ലെങ്കിൽ താന്ത്രികം പൂജ അറിയുമോ എന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. അത് നമുക്ക് ഒരു വ്യക്തിക്ക് ഇന്ന കഴിവ് അറിയുമോ അല്ലെങ്കിൽ അത് എത്രത്തോളം അറിയാം എന്നെങ്ങനെയാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അതും ഇപ്പോൾ ഞാൻ പഠിച്ച പൂജാവിധി എന്നത് വേറൊരു മെത്തേഡ് അല്ലേ, വേറൊരു താന്ത്രിക രീതിയാണ്. അപ്പോൾ ആ താന്ത്രികം വേറെ നമ്മൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയില്ലല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്പോഴും എന്താ പറയുക, ആ താന്ത്രിക രീതി വെച്ചുകൊണ്ട് ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്കത് ശരിയല്ല തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ താന്ത്രിക രീതി പ്രകാരം ആ താന്ത്രിക രീതി തെറ്റാന്ന് നമുക്ക് എന്താ പറയുക, തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് എന്ത് വേണം? അതിന് സയൻറ്റിഫിക്കായിട്ട് നോക്കിക്കണ്ട് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, നമ്മളൊരു താന്ത്രികം ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പറയാം അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് റിസൾട്ട് ഇല്ലാത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്താ പറയുക, വാക്കുകളുകൊണ്ട് പറയാമെന്നല്ലാതെ ഇതിനൊന്നും മെഷർ ചെയ്യാനൊന്നും ഇവിടെ ഇല്ല. ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഒരു ഫീലിങ്ങിലൂടെ അല്ലെങ്കിൽ റിസൾട്ടിലൂടെ മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കും. ഓക്കെ. പിന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടായത്, ഞാൻ അവിടുത്തെ ആചാര്യ സംവാദം എന്ന ബുക്ക് കണ്ടിട്ടുണ്ടെന്നാണ്.
അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ അവിടെ ജ്യോതിഷം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനൊരു കമൻറ്റും വന്നായിരുന്നു. ഞാൻ അവിടെ 2018 കാലഘട്ടത്തിൽ ജ്യോതിഷം പഠിക്കാൻ പോയിരുന്നു കുറച്ച് കാലം. അത് ശരിയാണ്, കറക്റ്റാണ്. അങ്കമാലിയിൽ നേരിട്ട് ജ്യോതിഷം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വളരെയധികം കറക്റ്റ് തന്നെയാണ്. പക്ഷേ ആകെ 2 ക്ലാസ് മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, 2 ക്ലാസ്സിന് ശേഷം നിർത്തേണ്ടി വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിർത്തി. അപ്പോൾ 2 ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജ്യോതിഷം പഠിച്ചു നമുക്ക് പറയാൻ പറ്റും. ആ ഒരു കോഴ്സ് ഫുൾ ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് പഠിച്ചു കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. പഠിക്കാൻ ശ്രമിക്കാൻ പോയി, അല്ലെങ്കിൽ 2 ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നാണ് അതിനർത്ഥമുള്ളൂ. അതല്ലാതെ അത് പഠിച്ചു എന്നർത്ഥമല്ല. അതുകൊണ്ടും ഞാനത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ ആ ബുക്ക് സാറിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആ ബുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സാറുമായി കോണ്ടാക്ട് ചെയ്യാം, കാണിച്ചു തരും. ഓക്കെ. പിന്നെ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോരാശാസ്ത്രം. അതും ഞാൻ പഠിച്ചിട്ടില്ല. ഹോരാശാസ്ത്രം ബുക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ഹോരാശാസ്ത്രം ബുക്ക് ഇല്ലെങ്കിലും നമ്മുടെ തിയറി അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനതിൽ പ്രാഗൽഭ്യനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ മിത്ര ആസ്ട്രോ അക്കാദമിയിൽ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഞാനതിൽ പ്രഗത്ഭനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ച് അതിൽ ഫുൾഫില്ലാണ്, അതിലെല്ലാം തികഞ്ഞവനാണ് എന്നൊന്നും പറയാനുള്ള ആ ഒരു അവകാശവാദം എനിക്കില്ല. ഓക്കെ. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ ഫീൽഡ് എടുത്തത്. ഒരു പരിധി ചോദിക്കുകയാണെങ്കിൽ അതെ, കാശുണ്ടാക്കണം എന്ന് വെച്ചാൽ വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കണം എന്നല്ല, നമ്മുടെ ഉപജീവന മാർഗം കൊണ്ടുപോകുന്ന രീതിയിലും. അതുപോലെ ഇതിനോട് നല്ലൊരു പാഷൻ ഉണ്ടായിരുന്നു. 2014-15 കാലഘട്ടത്തിലാണ് നമുക്ക് ഇതിനോട് താല്പര്യം വന്നത്. 2014-15 അന്നോട്ട് ഇറങ്ങി തിരിച്ചു. അന്ന് തൊട്ട് പല ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടി. പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ഇത് പഠിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന രീതി വേണം, അങ്ങനെ വേണം. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സ്ഥലത്ത് എത്തിപ്പെട്ടത് ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോഴാണ് അത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഇപ്പോൾ അത് പഠിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. പണിക്കരായി എന്ന് ഞാൻ അവകാശവാദം ഇതുവരെ ഉന്നയിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ എടുക്കാനും ഇത് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ അടിച്ചു കൊടുത്താൽ ഗോചാരം ലഭിക്കുക. അത് കറക്റ്റാണ്. നൗ അടിച്ചു കൊടുത്താൽ ഗോചാരം. ഞങ്ങൾ ഗോചാരം തന്നെയാണ് പറയുക. ഞങ്ങളുടെ തിയറി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സിസ്റ്റം പ്രകാരം ഞങ്ങൾ ഗോചാരം എന്ന് തന്നെയാണ് പറയുന്നത്. അതിലൊരു വ്യത്യാസമില്ല. ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസും ഞങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഗോചാരം എന്ന് തന്നെയാണ് പറഞ്ഞു പഠിപ്പിച്ചത്. ഇനി അക്ഷരത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. ഗോചരം എന്നും പറയും, ഗോചാരം എന്നും പറയും, ഗോസാരം, സാരം ചേർന്നിരിക്കുക എന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വാക്കുകൾ മാറിയെന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗോചാരം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. ഗോചാരം എന്ന് തന്നെ പറയുള്ളൂ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചു. ഗോചാരം എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന ഇൻഫർമേഷൻ സെയിം തന്നെയാണ്, അതല്ലേ, ഗോചാരം. അപ്പം അത് നമുക്ക് ആപ്ലിക്കേഷനിലും കിട്ടും. നൗ എന്ന് അതിൽ ഓപ്ഷൻ ഉണ്ട്. അത് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷനിൽ ഇപ്പോഴത്തെ ഈ സമയത്തെ ഈ സ്ഥലത്തെ ഇത് കിട്ടും, ഗോചാരം കിട്ടും, അല്ലെങ്കിൽ ഗോചരം കിട്ടും. ഓക്കെ. പിന്നെ അടുത്ത ആരോപണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിനെ പറ്റിയൊക്കെ പറയണ്ടായിരുന്നു. വീട് കണ്ടുപിടിച്ചു, എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു, നല്ല കാര്യം, സന്തോഷം. പക്ഷേ എൻ്റെ വീട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലല്ലോ ഇവിടുത്തെ കാര്യം. നമ്മൾ സംസാരിക്കുന്നത് തത്വശാസ്ത്രങ്ങളെയാണ് അല്ലെങ്കിൽ ആശയങ്ങളെയാണ്. ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ശരിയാണ്, എൻ്റെ വീട് തൃശ്ശൂർ കൊടകര, താങ്കൾ പറഞ്ഞ പോലെ കണ്ടത്തിൽ. അതെ, കണ്ടത്തിൽ അല്ലെങ്കിൽ കണ്ടത്തിൻ്റെ അടുത്ത്, പാടത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടമാണ്. വീട്ടിൽ വെള്ളം കയറുന്ന വീട് തന്നെയാണ്.
മഴക്കാലം നല്ല രീതിയിൽ മഴ പെയ്താൽ വീടിൻ്റെ പരിസരത്തും വഴിയിലൊക്കെ വെള്ളം വരാറുണ്ട്. കാലങ്ങളോളമായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ താങ്കൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കോടികളുടെ തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഒരു വീട് പണിയുക, അല്ലേ? പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീട് പണിയുക എന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എനിക്ക് സാധിച്ചില്ല? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. എന്തുകൊണ്ട് പറ്റിയില്ല, അല്ലേ? ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമാണ് നല്ലൊരു വീട് എന്നുള്ളത്, അല്ലേ? അപ്പം അതെന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പം അവിടെ തന്നെ അതിനർത്ഥമുണ്ട്, അല്ല? അവിടെ തന്നെ അതിന് ഉത്തരമുണ്ട്. ഓക്കെ. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ ഉത്തരവും കിടക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ. പിന്നെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പാദത്തിന് വരാൻ തൻ്റെ ഇടമുണ്ടോയെന്ന് ചോദിച്ചു, അല്ലേ? ജ്യോതിഷ സംഘടനയുമായിട്ട് സമ്പാദ്യത്തിന് വരാനൊന്നും നമ്മൾ തയ്യാറല്ല. നമ്മളതിനുള്ള ആളുമല്ല, നമ്മളതിനുള്ള പ്രാപ്തിയുമായിട്ടില്ല. താങ്കളുമായിട്ട് വേണമെങ്കിൽ ചർച്ച, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച കേട്ടോ. അതല്ല സമ്പാദം എന്ന് പറയുന്നത്. ചർച്ച എന്ന് വെച്ചാൽ എന്തെന്താ? നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക, അതിനാണ് ചർച്ച എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. അതാണ് വേണ്ടത്. നമ്മുടെ ഇൻഫർമേഷനെ വളർത്തുന്ന, നമ്മൾ അപ്ഡേറ്റ് ആവുന്ന കാര്യങ്ങൾ അവിടെ ആയിരിക്കണം നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഓക്കെ. അതല്ലാതെ സമ്പാദത്തിന് പോവുക, വെല്ലുവിളി സ്വീകരിക്കുക, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചർച്ചയാവാം. അത് ലൈവായിട്ടാവണമെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്താണെങ്കിൽ അങ്ങനെയാവാം. ചർച്ചയ്ക്ക് തയ്യാറാണ്. എനിക്കും കുറേ ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. നിങ്ങളിലൂടെ പലരിലൂടെയും പല ഗുരുക്കന്മാരിലൂടെ ആയിരിക്കും അത് കിട്ടുക. അല്ലാതെ ഒരു ഗുരു എന്നുള്ളൊരു തത്വത്തിലൂടെ ഞാൻ പോകുന്ന വ്യക്തിയല്ല. ഓക്കെ. അപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ ചർച്ച, അതിന് തയ്യാറാണ്. ചർച്ചയാണ് നമുക്ക് വേണ്ടത്. ഇൻഫർമേഷനെ കൂട്ടുക എന്നതാണ് വേണ്ടത്. ഓക്കെ. പിന്നെ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്ത്രിമാരുടെ അടുത്ത് പൂജ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തന്ത്രിമാരെന്നാൽ എന്താണ്? ഒരു ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്യുന്ന വ്യക്തിയല്ലേ തന്ത്രി? അതല്ലാതെ ആ വാക്കിനർത്ഥം വരുന്നത്. അതല്ലാതെ ഇതിൽ കൂടുതൽ അർത്ഥമുണ്ടോ എനിക്കറിയില്ല കേട്ടോ. തന്ത്രി എന്നാൽ എന്താണ്? ഒരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ക്ഷേത്രപ്രതിഷ്ഠകൾ തുടർച്ചയായി നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് തന്ത്രി. അല്ല, ഒരു തന്ത്രി പദം കൊടുത്ത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇനി എൻ്റെ അറിവിൽ അങ്ങനെയാണ് കേട്ടോ. ഇനി എൻ്റെ അറിവിലും മേലെ തന്ത്രിക്ക് വേറെ അർത്ഥങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ തന്ത്രി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ അർത്ഥം എന്താണ് വരുന്നത്? ആ പ്രതിഷ്ഠ നടത്തിയ വ്യക്തി, അല്ലേ? പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയല്ലേ തന്ത്രി ആവുള്ളൂ. അപ്പോൾ തന്ത്രിമാരെ കയ്യിൽ നിന്നല്ലേ നമുക്ക് പൂജ പഠിക്കാൻ പറ്റുള്ളൂ. ആ ചോദ്യം തന്നെ അവിടെ അപ്രസക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞത്? പൂജ എന്ന് പറഞ്ഞൊരു പൂച്ച എന്നായി പോയി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയില്ല. പൂച്ച എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തെറ്റുപറ്റിയെങ്കിൽ, എൻ്റെ അക്ഷര പിശക് പോലെ അങ്ങനെ പറ്റിയെങ്കിൽ സ്വാഭാവികം, പറ്റിയിട്ടുണ്ടാവാം. മനുഷ്യനാണല്ലോ, സംഭവിക്കും. തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റുന്നവനല്ല, തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുന്നവനാണ് ആര്? യഥാർത്ഥ വ്യക്തി, അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യൻ, അല്ലെങ്കിൽ വിജയത്തിലേക്ക് പോകുന്ന ആള് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമ്മിന് മാത്രമാണ്, ഇത് എം തിയറിക്ക് മാത്രമായിട്ട് ഒരു ശാസ്ത്രമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എം തിയറി എന്നത് തന്നെ ഒരു തിയറിയാണ്, അല്ലേ? പുതിയൊരു തത്വമാണ്, പുതിയൊരു ശാസ്ത്രം, അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖ, അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം എന്നതാണ് എം തിയറി. ഓക്കെ. അപ്പം എമ്മിന് മാത്രമായിട്ടൊരു ശാസ്ത്രമില്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ അത് തെളിയിക്കാനും കൂടി ഉത്തരവാദിത്തമുള്ള ആളാണ്. അത് താങ്കൾ തെളിയിക്കും കൂടി വേണമല്ലോ. പറഞ്ഞാൽ പോരല്ലോ, അത് തെളിയിക്കണ്ടേ എന്താണെന്ന്. ഓക്കെ. അപ്പം അത് തെളിയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ടാലറിയാം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് പാണ്ഡിത്യമുള്ളവരെ കണ്ടാലറിയാമെന്നാണോ, അതോ ജ്യോതിഷനായ പണ്ഡിതനെ കണ്ടാലറിയാമെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരാളെ കണ്ടാലറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ.
ഒരു പണ്ഡിതനെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമോ? അദ്ദേഹത്തിന് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ ശരി, കണ്ടാൽ അറിയാതിരിക്കാം. പക്ഷേ യഥാർത്ഥ പാണ്ഡിത്യമുള്ള ജ്ഞാനമുള്ള ആളെ കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ ഭാഷ കേട്ടാലോ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്കറിയില്ല, അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഭാഷയോ അല്ലെങ്കിൽ എന്താ പറയുക പാണ്ഡിത്യമോ അതാണോ പ്രധാനം? അതാണോ ജ്യോതിഷന് വേണ്ടത്? അതോ പറഞ്ഞു കൊടുക്കാതെ ഇത് ആളുകൾക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവാണോ വേണ്ടത്? എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയില്ല. പണ്ഡിതനെ കണ്ടാൽ അറിയാം അല്ലെങ്കിൽ ഭാഷ കേട്ടാൽ അറിയാമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അറിയുന്നവർ കണ്ടെത്തട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. അറിവുള്ളവർ, അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന പ്രാവീണ്യമുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തട്ടെ, അതാണ് നല്ലത്. പിന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കണ്ടെത്തി കൊടുത്ത്, അതായത് ക്യാൻവാസ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. താങ്കൾക്ക് ആൾ മാറിപ്പോയി, അത് ഞാനല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊരാളെ പോലും അങ്ങനെ ക്യാൻവാസ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ വരുമെന്നല്ലാതെ, അതും വളരെ റയർ, 2-3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ അവിടെ പൂജാരി ഇരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ അതും വളരെ റയറായിട്ട് 2-3 ദിവസം മാത്രം അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നവരുണ്ട്. അതല്ലാതെ ഒരാളെ പോലും ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ല. ആരെയും ക്യാൻവാസ് ചെയ്തിട്ടുമില്ല. അതിൽ നിന്നും പൈസ കമ്മീഷനായിട്ട് മേടിച്ചിട്ടുമില്ല. അത് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ കമ്പനി മീൻസ് ക്ഷേത്രം, ട്രസ്റ്റ് തരുന്ന പൈസ, അത് നമ്മുടെ സാലറി ഇൻസെൻറ്റീവ് പോലെ തരുന്ന പൈസയാണ്. ഓക്കെ. പിന്നെ ആളുകൾ തരുന്ന ദക്ഷിണ, അതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളൂ. അല്ലാതെ കമ്മീഷൻ പോലെ ഒന്നും ഇത്ര 2.5 വർഷത്തിനുള്ളിലും ഇപ്പോഴും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് കോൺഫിഡൻസോടെ സത്യസന്ധമായിട്ട് പറയാൻ പറ്റും. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ട് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ താങ്കൾക്കത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അതിനുള്ള തെളിവ് കൊണ്ടുവരണം. വ്യാജമല്ല കേട്ടോ, ആളുകളെ പറയില്ല, അതല്ല. അതിനുള്ള തെളിവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചതോ നമുക്ക് പൈസ തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ കാണിക്കൂ. അതല്ലേ വേണ്ടത്. തെളിവില്ലാതെ നമുക്ക് എങ്ങനെയാത് പറയാം? എന്തും നമുക്കിരുന്ന് പറയാം, പക്ഷെ അതിനെ ആധികാരികമായിട്ട് പ്രൂവ് ചെയ്യുമ്പോഴല്ലേ അത് സത്യമായിട്ട് വരുന്നത്. അപ്പം അത് ചെയ്ത് കാണിച്ചാൽ നമുക്ക് അംഗീകരിക്കാം. അതുവരെ എൻ്റെ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടോ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പൈസ മേടിച്ചിട്ടുമില്ല. ഓക്കെ. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായ രീതിയിൽ ജ്യോതിഷം പഠിക്കുക എന്നൊരു വാക്ക് പറയാനായിരുന്നു. അതെന്താണ് ഈ മാന്യത? അതായത് ജ്യോതിഷം പഠിക്കുന്നതൊക്കെ മാന്യമായിട്ടല്ല, അല്ലാതെയും പഠിക്കാൻ പറ്റുമോ? അറിയില്ല, നമുക്കറിയില്ല. നമ്മൾ മാന്യമായ രീതിയിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ തന്നെയാണ് പഠിച്ചത് കേട്ടോ. 3 മാസം ആയിരുന്നു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അങ്ങനെ തന്നെയാണ് പഠിച്ചിറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മാന്യമായ രീതിയിൽ തന്നെയാണ് പഠിച്ചത് എന്ന് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ താങ്കൾക്ക് അത് തെളിയിക്കണം എന്ന് തന്നെയാണ് എനിക്കും അതിൽ പറയാനുള്ളത്. തെളിവുകൾ വേണം, അല്ലാതെ വെറുതെ ഇരുന്ന് പറയുന്നതല്ല. അതിനൊക്കെ ആധികാരികമായ തെളിവുകൾ നിങ്ങൾ കാണിക്കുക. നിങ്ങൾ ഈ പൈസ മേടിച്ചു എന്ന് പറയുന്നതിൽ തെളിവ് കാണിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ മേടിച്ചതായിട്ട് പറയുന്നവരുണ്ടെങ്കിൽ അത് പറയേ. അപ്പോൾ ഞാൻ അംഗീകരിക്കാം. ഞാൻ ഇതുവരെ ആസ്ട്രോളജി പറഞ്ഞു കൊടുത്ത് പൈസ മേടിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല. കാരണം നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇൻഫർമേഷൻ മുഴുവനും ശരിയാവണമെന്നില്ല. ഓക്കെ. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് അത് ആരിൽ നിന്നായിരിക്കും? നമ്മളോട് ശത്രുതയുള്ള ആളുകളിൽ നിന്നായിരിക്കില്ലേ, അല്ലേ? അപ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ആധികാരികമായിട്ട് അത് പ്രൂവ് ചെയ്യണ്ടേ? എന്നാലല്ലേ അത് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ പൈസ മേടിച്ച് ഞാനൊരു ഇത് പറഞ്ഞു കൊടുത്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, ഇതുവരെ പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യമല്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ്. നമ്മുടെ അക്കാദമി പ്രകാരം 100 അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ 100 കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കണം അക്കാദമിക്ക്. എന്നാലാണ് നമ്മൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയി എന്നുള്ളൊരു ഇതിലേക്ക് വരുള്ളൂ. അതിന് ശേഷമാണ് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടുന്നത്. ഓക്കെ. ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല.
അപ്പോൾ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ഇൻഫർമേഷൻ തരുന്നവർ പറഞ്ഞു തരില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ആളുകൾക്ക് ജ്യോതിഷം പറഞ്ഞു കൊടുക്കാൻ എന്ത് ദ്രോക്കാണം, എനിക്കറിയില്ല ഞാൻ വീടൊന്നും, എനിക്ക് ദ്രോക്കാണോ എനിക്കറിയില്ല കേട്ടോ, വീടൊന്നും എനിക്കറിയില്ല. നമ്മളിത് പഠിച്ചിട്ടുമില്ല. സത്യമാണ്, ദ്രോക്കാണം എന്നൊക്കെ കേട്ടിട്ടുള്ള അല്ലാതെ ഇതെന്താണെന്നും പഠിക്കാൻ പോയിട്ടില്ല. സത്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ പഠിക്കുന്ന ട്രഡീഷണൽ ആസ്ട്രോളജി അല്ല. അതുകൊണ്ട് ട്രഡീഷണൽ ആസ്ട്രോളജി പഠിക്കുന്ന പല സബ്ജക്റ്റും നമുക്കില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ നാഴിക വിനാഴിക കണ്ടുപിടിക്കുക, ഈ ദ്രക്കാണം കണ്ടുപിടിക്കുക, ആ കാര്യങ്ങളൊന്നും ഇല്ല. അഷ്ടവർഗം കണ്ടുപിടിക്കുക, ഇതൊന്നും വരുന്നില്ല. ഇതെല്ലാം ആപ്ലിക്കേഷനിലുണ്ട്. അതിൽ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ദ്രക്കാണൊന്നും എടുക്കാറില്ല. അതിൻ്റെ ആവശ്യം വരാറില്ല. അതല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇതൊക്കെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കും അഡ്വാൻസ് ലെവലിലേക്ക് ഇനി പോകാനുണ്ട്. നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മിത്രാസ്ട്രോ അക്കാദമിയിൽ ജ്യോതിഷം പഠിച്ചു. ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ ട്രഡീഷണൽ ആസ്ട്രോളജി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസക്കാലമായിട്ട് ട്രഡീഷണൽ ആസ്ട്രോളജി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് തന്നെയാണ് കേട്ടോ, നേരിട്ടൊന്നല്ല, ഓൺലൈനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഓൺലൈനായിട്ട് ഇത് ട്രഡീഷണൽ ആസ്ട്രോളജി പഠിക്കാൻ പറ്റുമോ, അതെങ്ങനെയാണ് സംഭവിക്കുക? അത് ശരി, അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ മുഹൂർത്തം എടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ പറയും 2 വഞ്ചിയിൽ കാലുകുത്തി ഇപ്പം 3ാമത്തെ വഞ്ചിയിലേക്ക് കാലുകുത്തുന്നൊന്നും പറയണ്ട. ഇത് അവിടുത്തെ അറിവോട് കൂടി തന്നെയാണ്, അവിടെ അക്കാദമിയുടെ അറിവോട് കൂടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അങ്ങനത്തെ ഒരു ടോക്കിൻ്റെ ആവശ്യകത വരുന്നില്ല. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ആസ്ട്രോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. അതും അറിവ് തന്നെയാണ്, അതും ഇൻഫർമേഷൻ. അതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അതും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ദ്രക്കാണോ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും എതിരല്ല എന്നാണ് പറയുന്നത്. ട്രഡീഷണൽ ആസ്ട്രോളജി ആണെങ്കിലും പുതിയ തത്വശാസ്ത്രമാണെങ്കിലും ഇനി വരാനിരിക്കുന്ന തത്വശാസ്ത്രങ്ങളാണെങ്കിലും ഇതിൻ്റെ ഒന്നും എന്തെടുക്കണ്ടേ, തത്വങ്ങളെയാണ് എടുക്കേണ്ടത്. അതല്ലാതെ ആ പഠിപ്പിക്കുന്ന വ്യക്തികളെയോ ആ പഠിപ്പിക്കുന്ന വ്യക്തികളുടെ ക്യാരക്ടറോ അതൊന്നല്ല. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളൊരു ഇൻഫർമേഷനാണ്, എവിടെയോ കേട്ടതാണ്, ഏതോ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ അല്ല എടുക്കേണ്ടത്, ആ വ്യക്തിയുടെ, അതായത് നമ്മൾ ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കുക, അതായത് ബഹുമാനം കൊടുക്കുന്നത് എങ്ങനെയാണ്, ആ വ്യക്തിയെ നോക്കിയിട്ടല്ല നമ്മളത് കൊടുക്കേണ്ടത്, ആ വ്യക്തിയുടെ പദവിനെ നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗുരു എന്നത് എന്താ, അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തി അല്ലേ. അപ്പോൾ ആ അറിവുകൾ ആ അറിവ് തെറ്റാണോ ശരിയാണോ അത് വേറെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഗുരു അറിവ്, ആ ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ ആ വ്യക്തി ഗുരുവായിട്ട് തന്നെയല്ലേ കാണേണ്ടത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അവിടെ പല ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും നമ്മൾ അവിടെ എടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. നമുക്ക് വേണ്ട എന്താണ്, അറിവ്. ആ അറിവ് ആ വ്യക്തിയിൽ നിന്ന് എടുക്കുക എന്നാണ്. അല്ലാതെ ആ ഗുരുവിൻ്റെ ക്യാരക്ടർ എന്താണെന്നോ, ആ ഗുരു എന്താണെന്നോ, ആ ഗുരുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. പല ഗുരുവിനും പല ക്യാരക്ടറായിരിക്കും. അത് നമ്മൾ തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടേണ്ടത് അറിവാണ്. അതാണ് നമ്മൾ എടുക്കുന്നത് എന്നാണ് എൻ്റെ തോട്ട്. അതെൻ്റെ എന്താ പറയുക, മുമ്പ് എപ്പോഴോ കേട്ടിട്ടുള്ള ഒരു അറിവാണൊക്കെ. അതിനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആ തത്വങ്ങളെ എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എം തിയറി പ്രകാരം ഗോചാരം തന്നെയാണ് പറയുന്നത് കേട്ടോ. എം തിയറിയിൽ ഗോചാരം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ആ വാക്ക് തെറ്റാണോ ശരിയാണോ അതൊന്നും അല്ല, ഗോചാരം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ ചോദിച്ചു എവിടെയാണ് ഈ വാക്കുള്ളത്, എവിടെയാണ് ഗോചാരം എന്ന് പറയുന്നത്? എം തിയറി പ്രകാരം, എം തിയറി മീൻസ് എം തിയറി ഉപയോഗിച്ച് രൂപീകരിച്ചിട്ടുള്ള ആസ്ട്രോളജി പ്രകാരം നമ്മൾ ഗോചാരം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെതിരെ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം. എം തിയറി പ്രകാരം ഗോചാരം എന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ വാദിക്കി,
ഞങ്ങൾക്ക് തൃശ്ശൂർ ഓഫീസുണ്ട്, നിങ്ങൾക്ക് ഓഫീസിലേക്ക് വരാം, നിങ്ങൾക്ക് നമുക്ക് സംവാദം വയ്ക്കാം, ധൈര്യമുള്ളവർക്ക് വരാം. ഓക്കെ. പിന്നെ ചോദിച്ചുള്ള കാര്യം, തെറ്റ് പറഞ്ഞാൽ തിരുത്തി അന്തസ്സായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് വരണം. കറക്റ്റാണ്. അത് നമുക്ക് രണ്ടുപേർക്കും അല്ല എല്ലാവർക്കും എടുക്കേണ്ട തത്വം തന്നെയാണ്. അത് തെറ്റ് ആർക്ക് വന്നാലും അതിനെ തിരുത്താൻ തയ്യാറായിരിക്കണം. ഇനി നിങ്ങൾ പറയാണ് ഗോചാരം എന്ന വാക്ക് തെറ്റാണ്, നിങ്ങൾ അതിനെ ആധികാരികമായിട്ട് പ്രൂവ് ചെയ്താൽ ഞാൻ സമ്മതിക്കാം. എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ തെറ്റായി അത് പറഞ്ഞു കൊടുത്തുവെങ്കിൽ തീർച്ചയായും ഞാനത് തിരുത്താൻ തയ്യാറാണ്. അതിന് യാതൊരുവിധ മടിയോ അല്ലെങ്കിൽ ചമ്മലോ ചളുപ്പോ ഒന്നും എനിക്കില്ല. തീർച്ചയായും ഞാനത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു വിഷയമില്ല. ഓക്കെ. പക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗോചാരം എന്നാണ്. പിന്നെ നമ്മളെ പഠിപ്പിച്ചിട്ട് വെച്ചാലേ നമ്മളെ പഠിപ്പിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും ഇനി ഈ വാക്ക് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണം. ഗോചരം എന്ന് മാത്രമേ ഇത് ഉച്ചരിക്കാവൂ, ഗോചാരം എന്ന് ഉച്ചരിക്കരുത് എന്ന് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയണേ അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരൂ. അപ്പോൾ നമുക്ക് അത് പ്രൂവ് ചെയ്യാം. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലെ ജെമിനിയുടെ അടുത്ത് ചോദിച്ചു, ഗോചരം എന്നതും ഗോചാരം എന്നതും ഒന്നാണോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞ എന്താ, രണ്ട് രീതിയിൽ പറയും ഒരേ വാക്ക് തന്നെയാണെന്നാണ് പറഞ്ഞത്. അല്ലേ, ഗോചരം എന്താണെന്ന് ചോദിച്ചപ്പോഴും ഗോചരം എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് അവിടെ ഗൂഗിളിൽ പറഞ്ഞത്. അല്ലേ, വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കത് അല്ല ഇത് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താന്നേ. ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഒരിക്കലും തിരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ശിശുവാണ്, ഈ കാര്യത്തിൽ തിരുത്താൻ തയ്യാറാണ്. ഓക്കെ. പിന്നെ പറഞ്ഞത് പാരമ്പര്യത്തെ കുറ്റം പറഞ്ഞു. ഒരിക്കലും പാരമ്പര്യത്തെ അല്ല കുറ്റം പറഞ്ഞത്, പാരമ്പര്യമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ, അവരെ മാത്രമാണ് നമുക്ക്, അവരുടെ ആശയങ്ങളോടാണ് നമുക്ക് എതിർപ്പുള്ളത്. അല്ലാതെ ഒരിക്കലും പാരമ്പര്യം തെറ്റാണെന്നോ അതിനൊന്നും നമ്മൾ പറയില്ല. പല കലകളും പല എന്താ പറയുക വിദ്യകളും പാരമ്പര്യം തന്നെയാണ്, പാരമ്പര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ച് പാരമ്പര്യമുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നുള്ളൊരു ചിന്താഗതി അവിടെ വേണോ? അല്ലാത്തവർക്കും പഠിക്കണ്ടേ? കഴിവുള്ളവർ അല്ലേ, കഴിവുള്ളവരല്ലേ അത് പഠിക്കണ്ടേ? ഓക്കെ. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരിക്കലും പാരമ്പര്യത്തിനെതിരോ പാരമ്പര്യ ചിന്താഗതിയോടെതിരോ, ഞാൻ പാരമ്പര്യ ആസ്ട്രോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ്, അതുകൊണ്ട് ഒരിക്കലും അതിനെതിരൊന്നല്ല. പക്ഷെ താങ്കളെ പോലുള്ള പാരമ്പര്യമാണ് കറക്റ്റ് എന്ന് പറയുന്ന ആളുകളോട് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളൂ. അതുമാത്രമല്ല, പുതിയ തത്വങ്ങൾ വരുമ്പോൾ അതിനെ അംഗീകരിക്കണ്ടേ? അതും കൂടി നമ്മൾ എന്താണെന്ന് മെഷർ ചെയ്യണ്ടേ? നമ്മൾ അതിൽ ഒരു തത്വം ഉണ്ടെങ്കിൽ ആ തത്വത്തിനും കൂടി നമ്മൾ എടുക്കണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. തത്വങ്ങളല്ലേ നമ്മൾ എടുത്തെടുത്ത് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ഇത് മാത്രം മതി, ബാക്കിയൊന്നും കറക്റ്റ് അല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഓക്കെ. അപ്പം അതൊന്ന് ചിന്തിക്കുക. ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നില്ല, നിങ്ങൾ അപ്ഡേറ്റ് ആവാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ കുറ്റം പറയുന്നൊന്നല്ല. നിങ്ങൾ എനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ചീത്തവിളികളിൽ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള തത്വങ്ങളുണ്ടാവും. അത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം, അതിനെ ആധികാരികമായിട്ട് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൂടെ ഞാനും വളരും, അപ്ഡേറ്റ് ആവും, താങ്കൾക്കും അപ്ഡേഷൻ ഉണ്ടാവും. അതല്ലേ വേണ്ടേ? അതാണ് ശരിക്കും ഈ ലോകത്തിന് വേണ്ടത്. ഈ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അറിവും തമ്മിലുള്ള യുദ്ധം ആണ് ഈ ലോകം. ഓക്കെ. ഒരറിവും മറ്റൊരറിവും തമ്മിലുള്ള യുദ്ധമാണ് നമ്മുടെ ഈ ലോകം. ഈ ലോകം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അറിവും അങ്ങോട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ അറിവുകൾ താങ്കൾക്കും താങ്കളുടെ അറിവ് നമ്മളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ ഏതാണ് ശരിയായത് അതാണ് ഫ്യൂച്ചറിൽ ഉയർന്നു വരാം. ഓക്കെ. ഇപ്പോൾ ചിലപ്പോൾ എം തിയറി എന്നത് യാഥാർത്ഥ്യമല്ല, ഇതിന് എന്താ പറയുക അടിത്തറയില്ല, അല്ലെങ്കിൽ ഇത് ഒരു പൊട്ടത്തെറ്റാണ് എങ്കിൽ ഇത് ഫ്യൂച്ചറിൽ ഉയർച്ച ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇത് തകർന്നു പോകും. പക്ഷേ ഇതിലൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു തത്വമുണ്ട്, ഇത് ഫ്യൂച്ചറിൽ ഉയർന്നു വരും എന്ന് പ്രപഞ്ചം മുന്നേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർന്നു തന്നെയല്ലേ വരുള്ളൂ. അതിനെ നമുക്ക് തകർക്കാൻ പറ്റുമോ? അതിനെ എത്ര തകർത്താൽ അത് ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. ഓക്കെ. പിന്നെ ഈ പ്രപഞ്ചത്തിനൊരു പ്രത്യേകതയുണ്ട്, വിമർശനങ്ങളിലൂടെയാണ് വളർന്നുകൊണ്ടിരിക്കുക.
നമ്മൾ വളരണമെങ്കിൽ നമുക്ക് വിമർശനങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിന് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എന്നതിലൂടെയാണ് നമ്മുടെ ലൈഫ് പോവുക. അപ്പം ഇങ്ങനെ പല പല തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ആ തത്വങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. ഓക്കെ, അതല്ലാതെ ഇന്ന തിയറി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന ആസ്ട്രോളജി ഇങ്ങനെയാണ്, ഇന്നത് അങ്ങനെയാണ്, ഞങ്ങളുടെ ആസ്ട്രോളജിയാണ് മികച്ചത്, അതങ്ങനെയാണ് എന്ന് പറയുന്നതല്ല. ഓക്കെ, എല്ലാ തിയറിയിലും ഒരു തത്വം ഉണ്ടായിരിക്കും. അത് എല്ലാ മനുഷ്യർക്കും ആ തത്വത്തെ അംഗീകരിക്കാൻ പറ്റിയെന്നും വരില്ല. പക്ഷെ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരുണ്ടായിരിക്കും. അപ്പം അതങ്ങനെയാണ്, ഈ പ്രപഞ്ചം അങ്ങനെയാണ്. പലതരത്തിലുള്ള അറിവുകൾ പല രീതിയിലുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ചോദിച്ചത് എന്തായിരുന്നു? കാശുണ്ടാക്കാൻ തന്നെയല്ലേ ഇരിക്കുന്നത്? കാശുണ്ടാക്കാനല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാശുണ്ടാക്കണം എന്നത് ഒരു ചിന്തയുണ്ട്. പക്ഷെ കാശ് വേണം, നമുക്ക് എന്തിനും പൈസ വേണം. അപ്പം അതിന് ആവശ്യമുള്ള പൈസ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പൈസ, അതിൽ കൂടുതൽ പാഷൻ തന്നെയാണ്. ജ്യോതിഷം പഠിക്കണം, പഠിച്ചെടുക്കണം എന്നുള്ള ഒരു പാഷൻ, ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സാധനമില്ലേ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു സാധനമുണ്ട്, ഒരു സംഭവമുണ്ട്. അതിനു വേണ്ടിയാണ് ഞാനിത് പഠിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിൽ കൂടെ മുന്നോട്ട് പോകുന്നത്. ക്ലാസ്സിൽ എടുക്കുന്നതും മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതും അതിന് തന്നെയാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഞാൻ തയ്യാറാണെന്നേ. പക്ഷെ അതിനെ ആധികാരികമായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം, എന്നാലാണ്. അതല്ലാതെ യൂട്യൂബിൽ വന്ന് എന്തോ വിളിച്ചു പറഞ്ഞു എന്നല്ല, അതിന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതെടുക്കാം നമ്മൾ. അത് ഓക്കെയാണ്, ലോജിക്കലി കറക്റ്റാണ്, അല്ലെങ്കിൽ ഈ തിയറി പ്രകാരം ഇത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിന് മാറ്റം വരുത്താം. ഓക്കെ, പിന്നെ എന്തായിരുന്നു? ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരുവിലേക്ക് പോകുന്നവന് സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാനാണുള്ളത്? അതായത് ഒരു ഗുരുവിൽ തന്നെ ഉറച്ചു നിന്നാൽ, ആ ഗുരുവിൻ്റെ അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ തത്വങ്ങളെല്ലാം എടുക്കേണ്ടത്. ഗുരുവിനാണോ പ്രാധാന്യം, ആ തത്വത്തിനാണോ പ്രാധാന്യം? ചിന്തിക്കുക. ഒരു ഗുരുവിനാണോ ആ തത്വത്തിനാണോ? ഇപ്പോൾ ഒരു ഗുരു പഠിച്ച തത്വം എത്രത്തോളം കറക്റ്റാണ്, എത്രത്തോളം സത്യമാണ് എന്നെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? എല്ലാ ഗുരുക്കന്മാരും ശരിയായ അറിവ് ആണോ ഉള്ളത്? അവർക്ക് കിട്ടിയിട്ടുള്ള അറിവ് അവരുടെ എന്താ പറയുക, ബുദ്ധിശക്തിക്കും അവരുടെ കഴിവിനും അനുസരിച്ചാണ് അവർക്ക് അറിവ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗുരു പഠിപ്പിച്ച് വിടുന്ന എല്ലാ ശിഷ്യന്മാരും ഒരേ കഴിവുള്ളവരായി തീരണ്ടേ? എന്തുകൊണ്ടാവുന്നില്ല? എല്ലാവരും വ്യത്യസ്തരാവുന്നതുകൊണ്ടാണ്. പലർക്കും ആ ഗുരുവിൻ്റെ ഇൻഫർമേഷനിൽ തന്നെ പല മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരും പല മേഖലയിൽ കണക്റ്റ് ആവുന്നവരുണ്ടാവും. ഒരു ഗുരുവിൽ തന്നെ പഠിച്ചവർ ആ ഗുരുവിൻ്റെ തന്നെ അറിവിൻ്റെ പല മേഖലകളിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ജ്യോതിഷം പഠിച്ചവരിൽ തന്നെ ജ്യോതിഷം നോക്കുന്നവരുണ്ട്, മുഹൂർത്തം മാത്രം കുറിക്കുന്നവരുണ്ടാവും, അല്ലേ? ഗോചാരം അഥവാ ഗോചരം മാത്രം പറയുന്നവരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഗോചാരം എന്ന് പറഞ്ഞേ, ഗോചാരം തന്നെ വരുള്ളൂ. അപ്പം ഞങ്ങളുടെ തിയറി പ്രകാരം ഗോചാരം എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ യാതൊരുവിധ മടിയും കൂടാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി അത് തെറ്റാണെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണെന്നേ. നിങ്ങളത് തിരുത്താനുള്ള ഉത്തരവാദിത്തം, അത് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ആ വേർഡ് ഇങ്ങനെയല്ല, ഗോചരം എന്ന് മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ അതിന് പ്രൂവ് തരൂ, എന്നാൽ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ ഗോചാരം, അതുവരെ ഗോചാരം എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഗോചാരം നോക്കുന്ന മേഖലയുണ്ടാവും, ജാമക്കൊല ആരൂഢം നോക്കുന്ന മേഖലയുണ്ടാവും, മഷി നോട്ടം, അങ്ങനെ പല മേഖലയില്ലേ. ഒരു ജ്യോതിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മേഖലയായിട്ട് കിടക്കുകയല്ലേ. ഇപ്പോൾ ദേവപ്രശ്നത്തിലേക്ക് മാത്രം പോകുന്ന ആളുകളുണ്ടാവും, അതെല്ലാം ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ ആ ഗുരുവിനുള്ള അറിവ് എല്ലാ കാര്യത്തിലും അറിവുണ്ടാവണമെന്നുണ്ടോ? അപ്പം അത് ഓരോ മേഖല പോകുമ്പോൾ വീണ്ടും ആ മേഖലയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് പോകണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോഴല്ലേ നമ്മൾ പ്രൊഫഷണൽ എന്ന ആ ഒരു ഇതിലേക്ക് വരാം. അതല്ലെങ്കിൽ എല്ലാം അറിയാം പക്ഷെ ഒന്നിലും സ്പെസിഫിക് ആയിട്ട് നിന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരില്ലേ? ശരിയാണോ? അല്ലേ? ശരിയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അംഗീകരിക്കുക. ശരിയല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ ഇടാം, ഇതിനെ എതിർത്തുകൊണ്ട് അടുത്ത വീഡിയോ ഇടാം. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? പഠിച്ചതെല്ലാം മനസ്സിൽ തോന്നണേ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ദേവപ്രശ്നമൊക്കെ വയ്ക്കാൻ പോവാറ് എന്നല്ലേ? ഓക്കെ, നല്ലതാണ്, നല്ല കാര്യം. അതിലിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബുക്കൊന്നും കൊണ്ട് പോകാറില്ലല്ലോ, ഹോരാശാസ്ത്രം ഒന്നും കൊണ്ട് പോകാറില്ലല്ലോ. നമ്മൾ പഠിച്ചത് നമ്മുടെ മനസ്സിൽ വരുന്നേ എന്നുള്ള ചിന്തയിലൂടെയല്ലേ പോകാറ്. ഓക്കെ, അതിനാണ് ആ പ്രപഞ്ചവുമായിട്ടൊരു കണക്ഷൻ വേണം എന്ന് നമ്മൾ പറയുന്നത്.
അത് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ എന്താണ് അത് അറിവ്, അത് ഈ ബുക്കുകളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിനെ വിമർശിച്ച് അടുത്ത വീഡിയോ വരും, അവന് പ്രപഞ്ചവുമായി കണക്ഷൻ പറഞ്ഞു. ഒരിക്കലും എനിക്കതില്ല കേട്ടോ. പക്ഷെ പ്രപഞ്ചവുമായി ഒരു കണക്ഷൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഉപാസന എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കണക്ഷനാണ്. അപ്പം അത് വരുന്നവർക്ക് എന്തുണ്ടാവും, ഈ പഠിച്ചതൊക്കെ കറക്റ്റ് ആ ടൈമിൽ വരും അല്ലേ. അവർക്ക് ആ ഒരു തോന്നൽ അവരുടെ മൈൻഡിൽ വരും, ആ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്, താങ്കൾക്കും ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കട്ടെ. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൽ ഇൻഫർമേഷൻസ് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു കഴിവുണ്ടെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് ആകാശത്ത് നിന്ന് ഇൻഫർമേഷൻസും വരാറില്ല. നമ്മൾ പഠിച്ച് തിയറി വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തിയറിയിൽ തന്നെയാണ് നിൽക്കുന്നത്, ബുക്കിൽ എഴുതിയിട്ടുള്ള ആ ഇൻഫർമേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നുള്ളൊരു ആരോപണം എന്ന് വെച്ചാൽ ചന്ദനക്കുറി തൊടാറില്ല എന്നാണ്. ചന്ദനക്കുറിയും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എനിക്കറിയില്ല. ചന്ദനക്കുറി തൊട്ടാൽ മാത്രമേ നമുക്ക് സിദ്ധി കിട്ടൂ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫലിക്കൂ എന്നതുണ്ടോ? അങ്ങനെയുണ്ടോ? നമ്മുടെ തിയറി പ്രകാരം ഇല്ല കേട്ടോ. നമ്മൾ കുറി തൊടാറില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിലേ തൊട്ടിരുന്നു, പിന്നെ തൊടാറില്ല. കുറിക്ക് പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് തൊടാറില്ല. കുറി തൊടുന്ന മറ്റുള്ളവരെ, ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പോലെ എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിന്ദൂരം തൊടില്ലേ, അതെന്തിനാ? വിവാഹം കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ കൂടി. അതിന് വേറെ സയന്റിഫിക് കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. ശാസ്ത്രീയം, ആചാരവുമായി ബന്ധപ്പെട്ട് ഒക്കെ അതുണ്ടാവും. എന്നാലും ഇങ്ങനെയും ഒരു അർത്ഥമില്ലേ? അപ്പോൾ ഈ കുറി തൊടുന്ന അങ്ങനെയും ഒരു അർത്ഥം വരില്ലേ? അതായത് നമ്മളൊരു സ്വാത്വികനാണ്, അല്ലെങ്കിൽ സ്വാത്വിക മീൻസ് എന്താണ്, ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള സിഗ്നലാണെങ്കിലൊക്കെ നിങ്ങൾ തൊട്ടോളൂ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത് തൊടുന്നില്ല എന്ന് വെച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? നമ്മുടെ ഏതെങ്കിലും പുസ്തകത്തിലോ ശാസ്ത്രത്തിലോ അത് പറയുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെ തൊട്ടാലേ അത് വർക്കൗട്ട് ആവൂ. പക്ഷെ നമ്മുടെ തിയറി പ്രകാരം അങ്ങനെ ഇല്ല. നമ്മുടെ തിയറി പ്രകാരം അങ്ങനെ ഇല്ല. കുറി തൊടണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ദൈവവിശ്വാസം വേണമെന്നോ അങ്ങനെ ഒന്നും വരുന്നില്ല കേട്ടോ. ഏത് തിയറി പ്രകാരം? നമ്മുടെ ജ്യോതിഷ തിയറി പ്രകാരം. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയും ചില തത്വശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഉയർന്നു വരുന്നുണ്ട് ഭാവിയിലേക്ക് വേണ്ടി. ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നെ എല്ലാം പറഞ്ഞു, എന്നെക്കുറിച്ച് എല്ലാം തിരക്കി, എൻ്റെ വീട് അറിയാം, എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. നല്ല കാര്യം, തിരക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ പറഞ്ഞ 2 വള്ളത്തിൽ ചവിട്ടി നിൽക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. എന്തിൻ്റെ ബേസിലാണ്? അതായത് അറിവ് നേടിയതിൻ്റെ ബേസിലാണോ? അങ്ങനെയാണെങ്കിൽ 2 അല്ല, 2-ൽ കൂടുതൽ ഉണ്ട്. നമുക്ക് ഗുരുക്കന്മാർ 2-ൽ കൂടുതലുണ്ട്. ഓക്കെ, ഇപ്പോഴും ട്രഡീഷണൽ ആസ്ട്രോളജി പഠിക്കുന്നുണ്ട്. ആ വ്യക്തിയും അപ്പോൾ നമുക്ക് ഗുരു തന്നെയാണ് അല്ലേ. നമുക്ക് അറിവ് പകർന്നു തരുന്ന ആരാണോ അവർ ഗുരുവാണ്. അത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഗുരുവിനെ പോലെ കണ്ടിട്ട് വേണം നമ്മൾ അറിവെടുക്കാൻ. ഓക്കെ, പിന്നെ ഏറ്റവും വലിയ ഗുരു ആരാ? പ്രപഞ്ചമാണ് അല്ലേ. പ്രപഞ്ചത്തെക്കാൾ വലിയൊരു ഗുരുവില്ല. ആ പ്രപഞ്ചത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ആ മാർഗദർശിനികളാണ് നമ്മുടെ ഗുരുക്കന്മാർ. ഓക്കെ, പിന്നെ ജ്യോതിഷ ഭാഷയല്ല, അതായത് ഞാൻ സംസാരിക്കുന്നത് ജ്യോതിഷ ഭാഷയല്ല. തീർച്ചയായും ജ്യോതിഷ ഭാഷയല്ല. നമ്മൾ ട്രഡീഷണൽ പരമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ ആ ശൈലിയോ അതൊന്നും ഉണ്ടാവില്ല. അത് കറക്റ്റാണ്. നമ്മളതല്ല പഠിക്കുന്നത്, അതുകൊണ്ടാണ് പഠിച്ചത്. ഇനി പഠിക്കുന്നുണ്ട്, അത് വേറെ. പഠിച്ചത് അതല്ല. ഇനി ട്രഡീഷണൽ ആസ്ട്രോളജി പഠിച്ചതെന്ന് വെച്ചിട്ട് ഭാഷയിലോ ശൈലിയിലോ മാറ്റം വരണമെന്നുമില്ല. ഓക്കെ, പിന്നെ പേരിനെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നു. കറക്റ്റാണ്, പേരിനെ കുറിച്ചുള്ള പരാമർശം നല്ലതാണ്. നിങ്ങൾ ഓരോ വട്ടം ദാസ്യവേല ചെയ്യുന്നവൻ എന്ന് വിളിക്കും തോറും ഞാൻ ഉയർന്നു വരുള്ളൂ സുഹൃത്തെ. കാരണം ആ പേരിൻ്റെ കർമ്മ, നമ്മുടെ ഓരോ പേരിനും കർമ്മയുണ്ട്. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ പേരിനും കർമ്മയുണ്ട്.
നമുക്ക് ഓരോരുത്തർക്കും ഇട്ടിരിക്കുന്നതും ആ ഒരു കർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ദാസ് അല്ലെങ്കിൽ ദാസൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അടിമ ദാസ്യവേല ചെയ്യുന്നവൻ കറക്റ്റാണ്. ആരുടെയെങ്കിലൊക്കെ അണ്ടറിൽ, ആരുടെയെങ്കിലൊക്കെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് തന്നെയാണ് ആ വാക്കിനർത്ഥം. അടിമ. ശനിയുടെ കർമ്മയാണ് അവിടെ വരെ. ശനിയാണ് ആ പേരിൻ്റെ കർമ്മ. അപ്പം നിങ്ങൾ എത്രത്തോളം ആ പേര് വിളിക്കുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ആ പേര് വിളിച്ച് കളിയാക്കുന്നോ, അത്രത്തോളം ശനിയുടെ കർമ്മ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കളിയാക്കുന്ന രൂപത്തിലാണ് വിളിക്കുന്നതെങ്കിലോ ആ ശനിയുടെ ഓരോ കർമ്മകളും കുറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ. ഓക്കെ. ഇനി ദാസപ്പൻ എന്ന് വിളിച്ചാൽ എന്താ? എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു ദാസപ്പൻ. ചെറുപ്പത്തിലെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ദാസപ്പൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, ഇറിറ്റേഷൻ പോലെയായിരുന്നു. പിന്നെ ഓക്കെ, അത് ശീലമായി. അപ്പോൾ ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. ഇപ്പോൾ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് യാതൊരു ഇത് നമുക്കില്ല. അപ്പോൾ ദാസപ്പൻ എന്ന് വിളിക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ശനിയുടെ കർമ്മയും വരും, സൂര്യൻ്റെ കർമ്മയും വരും. അപ്പൻ എന്നെന്താ? അച്ഛൻ അല്ലേ? അച്ഛൻ എന്താ? സൂര്യൻ്റെ കർമ്മയാണ്. ഇതെല്ലാം ട്രഡീഷണൽ ആസ്ട്രോളജി പ്രകാരമുള്ള കാര്യങ്ങളല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അച്ഛൻ എന്നാൽ സൂര്യൻ്റെ കർമ്മയാണ്. അപ്പോൾ 2 കർമ്മ വരും അല്ലേ? ശനിയുടെയും സൂര്യൻ്റെയും കർമ്മ വരും. ഓക്കെ. അപ്പം നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾക്കും എന്തുണ്ട്? കർമ്മയുണ്ട്. അതിനനുസരിച്ച് കർമ്മ ആഡ് ആകുന്നുണ്ട്, കർമ്മ കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ വിളിച്ചോ, കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ശനി, ദാസ് എന്ന പേര്, ദാസൻ, ദാസ്യവേല, അടിമ എന്നൊക്കെ പറയുന്നത് ശനിയാണ്, ശനിയുടെ കർമ്മയാണ്, ശനിയുടെ റേഡിയേഷനാണ്. ശനിയുടെ റേഡിയേഷൻ എന്താ? ശനി എന്ന് വെച്ചാൽ എന്താ? സത്യസന്ധൻ എന്നർത്ഥമുണ്ട്, അറിയോ? അപ്പം ശനിയുടെ റേഡിയേഷൻ, ശനിയുടെ കർമ്മമുള്ള ഞാൻ സത്യസന്ധമായ കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത്. ശനിയുടെ കർമ്മ വരുന്തോറും അങ്ങനെയല്ലേ വരാ. അപ്പോൾ ഞാൻ തട്ടിപ്പ് നടത്തി, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, പൈസ മേടിച്ചു എന്ന് പറയുന്ന പ്രസ്താവനയൊക്കെ അവിടെ കറക്റ്റ് ആവുമോ? ശനി അങ്ങനെയാണ് അല്ലേ? ശനിയുടെ കാരകത്വം അങ്ങനെയല്ലേ പറയുന്നത്? നീതിമാൻ അല്ലേ? സത്യസന്ധത, സ്ട്രൈറ്റ് ഫോർവേഡ്. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. ഞാൻ ആരും സുഖിപ്പിച്ച് കാര്യങ്ങൾ പറയാറില്ല, മാക്സിമം പറയാറില്ല. സ്ട്രൈറ്റ് ഫോർവേഡ് കാര്യം പറയും. നമുക്ക് തോന്നുന്ന കാര്യം ഓപ്പണായിട്ട് പറയുന്നൊരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ അതായത് സത്യസന്ധതയും കാണിക്കുന്നുണ്ട്, ഇതുവരെ കാണിച്ചു പോരുന്നുണ്ട്. ഓക്കെ. പിന്നുള്ള ആരോപണം എന്തായിരുന്നു? നേരിട്ട് വിളിക്കാൻ പറഞ്ഞായിരുന്നു. നല്ല കാര്യം. നേരിട്ട് വിളിക്കണം എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ നേരിട്ട് വിളിക്കുന്നതായിരുന്നു. അതും ഈ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻഫർമേഷൻ അങ്ങോട്ട് തരുന്നതിനും ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ അങ്ങനെയല്ല. നമ്മൾ ആ ഒരു പാറ്റേണുള്ള ആളല്ല. ഓക്കെ. പിന്നെന്തായിരുന്നു? വേദം അറിയോ എന്ന് ചോദിച്ചായിരുന്നു. വേദം അറിയോ? സൂക്തം അറിയോ? അത് ചൊല്ലിത്തരാമോ? അറിയില്ല. സത്യസന്ധമായി ഞാൻ പറയാലോ, വേദം അറിയില്ല, പ്രമാണങ്ങൾ അറിയില്ല, സൂക്തങ്ങൾ അറിയില്ല, ശ്ലോകങ്ങൾ അറിയില്ല. ഇത് യാതൊന്നുമില്ല. യാതൊന്നും നമ്മൾ പഠിച്ചിട്ടുമില്ല. ഇനി പഠിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ആസ്ട്രോളജി പഠിക്കുന്നുണ്ട്, പക്ഷെ സൂക്തങ്ങൾ വേദങ്ങളൊന്നും പഠിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അത് പഠിപ്പിച്ചു തരുന്ന ആള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തരില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ, അല്ലെങ്കിൽ അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ട് ആസ്ട്രോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തലയിൽ കയറില്ല അതൊന്നും. ബുധൻ്റെ കർമ്മ നെഗറ്റീവ് ആയതുകൊണ്ട് തലയിൽ കയറില്ല. താങ്കൾ പറഞ്ഞ പോലെ ഗണിതം, കണക്ക് കൂട്ടാനൊക്കെ സ്ലോ ആണ്. ബുധൻ്റെ കർമ്മ നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് കണക്ക് കൂട്ടിയെടുക്കാനൊക്കെ സ്ലോയിലാണ്. ഗണിതപടുവല്ല. ഓക്കെ. അപ്പോൾ ഇനി പറയും ഗണിതപടുവല്ല, അപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കാൻ ഇതില്ലാത്ത ആളാണ്. നമുക്ക് ഗണിതം ഇത് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷനും കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ. അതിനാണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സി റൂമിലിരുന്നിട്ട് കമ്പ്യൂട്ടർ ഉള്ള ആളുകളുടെ അടുത്താണ് ആളുകൾ പോണേ. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണല്ലോ. ആരുടെ അടുത്ത് പോകണം, ആരുടെ അടുത്ത് വരണം, ആരെ കാണണം എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്ന. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അവർ തീരുമാനിക്കട്ടെ ആരുടെ കാണണം, ആരുടെ അടുത്ത് പോകണം. ഓക്കെ. പിന്നെന്തായിരുന്നു?
തിരിച്ച് വീഡിയോ ചെയ്തതിനേതെ നാണമില്ലാതെ തിരിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നു. നാണമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നാണം കൊണ്ടോ അങ്ങനെയൊന്നല്ല. അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ്. അത് നമുക്ക് യാതൊരു വിധ നാണവും അതിലില്ല എന്ന് കാണിക്കാമല്ല. നാണം മീൻസ് നമ്മൾ അത്രയും കോൺഫിഡൻസ് ആണ്, സത്യസന്ധത ഉള്ള ആളാണ്. നിങ്ങൾ പറയുന്ന ആരോപണങ്ങളൊക്കെ തെറ്റാണ്, തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നടത്തുന്ന വ്യക്തിയല്ല, അതിനോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? പിന്നുള്ള ആരോപണം എന്തായിരുന്നു? ഗണിച്ച് പറയാൻ അറിയില്ല. കറക്റ്റാണ്, ഗണിച്ച് പറയാനൊന്നും നമുക്കറിയില്ല. ആപ്പിലൂടെ ഗണിക്കാം. ആപ്പിലൂടെ പക്കയായിട്ട് നമുക്ക് ഗണിച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ആപ്പ് യൂസ് ചെയ്യാൻ അറിയാം. ഗണിച്ച് കൈ കൊണ്ടൊന്നും ഗണിച്ച് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, എത്തോ എന്ന് അറിയൂല. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? 2-3 വർഷം കൊണ്ട് പഠിച്ചാൽ ജ്യോതിഷനാവില്ല. അതൊരു സാധാരണ ജ്യോതിഷൻ, അതായത് മുഹൂർത്തം കബഡി എടുക്കുന്ന ആളാവും. അതും ജ്യോതിഷനും തന്നെയാണല്ലോ. ആ വ്യക്തിയെയും ജ്യോത്സ്യൻ എന്ന് തന്നെയല്ലേ നമ്മൾ പറയാ. ജ്യോതിഷ പണ്ഡിതൻ എന്ന് ചിലപ്പോൾ പറയില്ല ആർക്കും. എന്നാലും ആ വ്യക്തിയെയും ജ്യോത്സ്യൻ എന്ന് വെച്ചാൽ ഞാൻ ജ്യോത്സ്യനാണെന്ന് പറയുന്നില്ല കേട്ടോ ഒരിക്കലും. ഓക്കെ, അപ്പോൾ പിന്നെന്താ, എന്നെ പോലുള്ള കഴുതകൾ വന്ന് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വിഷമം, ബുദ്ധിമുട്ട് തോന്നും. എന്ത് ചെയ്യാം? അതെന്താണ് അങ്ങനെ? അതായത് നിങ്ങളിലേക്ക് ആളുകൾ വരാത്തതുകൊണ്ടാണോ, അതോ ഞങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നു എന്നതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക അമർഷം അല്ലെങ്കിൽ ആ രോക്ഷം കൊണ്ടാണോ? എന്തുകൊണ്ടാണത്? ഓക്കെ, ഞാൻ കഴുതുകയാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് അല്ലേ അത് വിധി ചെയ്തിട്ടുണ്ട് ആളുകൾ. അവർ ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ജാതകം എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരാണ് അത് തീരുമാനിക്കേണ്ടത്, നമ്മൾ എന്താണെന്ന്. ഓക്കെ, നമ്മൾ കഴുതിയാണോ, അത് അറിവുള്ള ആളാണോ എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളിൽ ഒരു തത്വശാസ്ത്രം ഉണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, പിന്നെന്തായിരുന്നു? പൂജാരിയായി ഇരുന്നിട്ട് കമ്മീഷൻ മേടിച്ചിട്ടുണ്ടോ? അതല്ലേ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പൂജാരിയായിട്ട് ഇരുന്നുണ്ട്, ശരിയാണ്. കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല. ഏത് രീതിയിൽ കമ്മീഷൻ മേടിക്കാനാണ്? നമുക്കവിടെ സാലറി കിട്ടുന്നുണ്ട്, ഇൻസെൻറ്റീവ് ഉണ്ട്. അത് ട്രസ്റ്റ് ആണല്ലോ, ട്രസ്റ്റിന് കീഴിലാണ്. പൂജാരിമാർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, ദക്ഷിണ, ആളുകൾ വരുന്ന ദക്ഷിണയും തരാറുണ്ട്. ഇതല്ലാതെ കമ്മീഷൻ എന്ന രീതിയിൽ അതൊരു പൈസ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, മേടിച്ചിട്ടുമില്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് മേടിക്കാനും പോകുന്നില്ല. ഓക്കെ, പിന്നെ ഉത്തരീയത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞായിരുന്നു അല്ലേ? ഉത്തരീയം ആണിയിൽ തൂക്കിയിട്ടുന്നോ? സ്വാഭാവികം, അല്ലാണ്ട് നമുക്ക് എപ്പോഴും ഉത്തരീയം തലയിൽ വെച്ച് പോകാൻ പറ്റുമോ? താങ്കൾ ഉദ്ദേശിച്ച ഉത്തരവത്തിന് അത്രയും പവിത്രതയോട് കൂടി കാണണം എന്നാണെങ്കിൽ ഓക്കെ. ഉത്തരവത്തോടെ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും എന്നെ പോലെ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാണാറുള്ളത്. അങ്ങനെ ഉത്തരീയം എവിടെയെങ്കിലും തൂക്കിയിടാനോ എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് ഇടാറോ ഞാനില്ല, ചെയ്യാറില്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെയാണ് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിനുള്ള കൗണ്ടറാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോ കുറച്ച് ലെങ്തായി പോയി, ക്ഷമിക്കുക. പിന്നെ എനിക്ക് ഇവരോട് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഗുരുക്കന്മാർ തന്നിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാതെ പറയാനുള്ള ഒരു പ്രാപ്തി ഒന്നുമില്ല, അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു പറയാം എന്നതാണ് സംഭവം. അതായത് ഞാൻ ഒരു സാത്വികനാണ്. ഓക്കെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ജ്യോതിഷം എന്ന പാരമ്പര്യ കല എന്നിലേക്ക് ഒരു സത്യമായി ഭവിച്ചതാണ്. ഓക്കെ, എൻ്റെ ഗുരുക്കന്മാരായ സുഭാഷ് തന്ത്രിയും MK മിത്രാത്മജനും തുടങ്ങിയ മറ്റു ഗുരുക്കന്മാരും എനിക്ക് നൽകിയ തന്ത്രവിദ്യ അതേ രൂപത്തിൽ തന്നെ ജനങ്ങളിലേക്ക് സത്യസന്ധമായിട്ട് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എനിക്കെതിരെ നിങ്ങൾ വിളിക്കുന്ന ഓരോ തെറികളും ഞാൻ അതിന് പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയിട്ടായിരിക്കും ഞാൻ മാതൃക കാണിക്കുക. അതുപോലെ നിങ്ങൾ വിളിക്കുന്ന ഓരോ ചീത്തവിളികളും
ഓരോ രോഗികൾക്കും മരുന്ന് എന്നാലാകുന്ന രീതിയിൽ മരുന്നുകൾ മേടിച്ച് കൊടുത്തുകൊണ്ടായിരിക്കും ഞാൻ മാതൃക കാണിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ മറുപടി. പ്രപഞ്ചത്തിന് കീഴടങ്ങിയ എൻ്റെ മറുപടിയാണ്. ഓക്കെ, അപ്പോൾ അതല്ലാതെ നിങ്ങളെപ്പോലെ അസഭ്യമായ ഭാഷയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അസഭ്യമായ ഭാഷ വിളിച്ചു പറയാനോ ഞാൻ തയ്യാറല്ല. അതെൻ്റെ സംസ്കാരമല്ല, എൻ്റെ രീതി അങ്ങനെയല്ല. ഓക്കെ, എൻ്റെ തത്വശാസ്ത്രം അനുസരിച്ച് അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം, താങ്കൾക്ക് ഈ വീഡിയോ, ക്ലാസ് എടുക്കുന്ന വീഡിയോ മിത്രാസ്ട്രോ അക്കാദമിയുടെ 2nd ബാച്ചിലെ ഞാൻ ക്ലാസ് എടുക്കുന്ന വീഡിയോ താങ്കൾക്ക് അയച്ചു തന്നത് താങ്കളുടെ അറിവിലുള്ള ഒരു എന്താ പറയുക, ശ്രേഷ്ഠനായ ജ്യോതിഷിയുടെ മകനാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു ശ്രേഷ്ഠനായ ജ്യോതിഷിയുടെ മകൻ ചെയ്യുന്ന കാര്യമാണോ ആ വ്യക്തി ചെയ്തത്? ആണോ? ഒരു വീഡിയോ, അതും പബ്ലിക്കല്ലാത്ത പ്രൈവറ്റ് വീഡിയോ മറ്റൊരാളിൽ നിന്ന് മേടിച്ച് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്കത് അയച്ചു തന്നു എന്ന് പറയുന്നത് അതിലെന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത് ഒന്ന് പറയാം? ഇപ്പം ശ്രേഷ്ഠനായ ഒരു ജ്യോതിഷിയുടെ മകനാണെന്ന് പറയുന്ന ഈ വ്യക്തി അല്ലേ, അദ്ദേഹത്തിന് എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത്? അദ്ദേഹം ഇപ്പോൾ ദേവപ്രശ്നം പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിലുള്ള ആ ഒരു എന്താ പറയുക, ആ ശ്രേഷ്ഠതയിലേക്ക് എത്താനുള്ള ഒരു കഴിവ് തെളിയിക്കുന്ന ആൾ ഇങ്ങനെയാണോ മറ്റുള്ളവരുടെ ക്ലാസ്സുകളെ പരിഹസിച്ചും അങ്ങനെയാണോ അവർ ചെയ്യുന്നത്? അല്ലേ? ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു അറിവുള്ള വ്യക്തി ഒരിക്കലും മറ്റുള്ളവരുടെ തത്വശാസ്ത്രത്തെ എതിർക്കില്ല, അംഗീകരിക്കില്ലെങ്കിലും എതിർക്കാൻ പോവില്ല. അതാണ് ഒരു ജ്ഞാനി ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരറിവും ചെറുതല്ല, ഓരോ അറിവിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഓക്കെ, ആ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും ഒരറിവിനെയോ ഒരു തത്വശാസ്ത്രത്തെയോ ഒരു ആശയത്തെയോ നമ്മൾ എതിർക്കാൻ നിൽക്കരുത്. ഇപ്പം ഞാൻ താങ്കളുടെ ആശയങ്ങളെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഇങ്ങോട്ട് നമ്മുടെ തത്വചിന്തയെ, നമ്മുടെ അറിവിനെ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളെ എതിർത്തതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ നമ്മൾ ആരുടെയും തത്വശാസ്ത്രങ്ങളെ എതിർക്കാനോ ആശയങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാനോ നമ്മൾ ചെയ്യാറില്ല, ഇനിയും അങ്ങനെ ചെയ്യില്ല എന്നാണ് നമ്മുടെ ചിന്ത. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഒരറിവും ചെറുതല്ല. ഈ ലോകം അറിവും തമ്മിലുള്ള യുദ്ധമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവുക. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാൽ മറ്റുള്ള വിമർശനം നമ്മളെ ബാധിക്കില്ല. അപ്പം നിങ്ങളും അപ്ഡേറ്റ് ആവുക. നിങ്ങളും അപ്ഡേറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്കതിന് ഉപയോഗപ്പെടുത്തട്ടെ. അതല്ലാതെ ഈ വീഡിയോയിൽ വന്ന് താങ്കളെ ചീത്ത പറയാനോ താങ്കളെ തെറി വിളിക്കാനോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഇൻഫർമേഷൻ, കാര്യങ്ങൾ നിങ്ങളിലെത്തിക്കുക. ഈ എന്താ പറയുക, ഇതിനോട് താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഇത് എൻ്റെ തീരുമാനമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണ്. പ്രപഞ്ചമാണ് ഇതെല്ലാം ഗൂഢാലോചന ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞത് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.